ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ വലിയൊരു മാർക്കറ്റ് ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ളൊരു മാർക്കറ്റില്ല. ഇന്നലെ ഒരു റീബാലൻസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എവറി 6 months നടക്കുന്നതിനാണ്. അപ്പോൾ ആ ഒരു റീബാലൻസിങ്ങിന് ശേഷം മാർക്കറ്റ് അടുത്ത 2026 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രിപ്പറേഷൻ നടക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഇന്നും നാളെയും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത. ഈ വീക്ക് അങ്ങനെ തന്നെയാണ് പോവുക. അപ്പോൾ പ്രത്യേകിച്ച് വലിയ ടോപ്പിക്സിനെ കുറിച്ച് പറയാൻ അവിടെ ഇല്ല. നമുക്ക് നോർമലായിട്ടുള്ള മാർക്കറ്റ് അനാലിസിസ് മാത്രമേ ഇന്നുള്ളൂ. മാർക്കറ്റിനെ ഡ്രിവൻ ചെയ്യുന്ന വലിയ ഡേറ്റാസ് ഇന്ന് കാര്യമായിട്ട് ഇല്ല. അപ്പോൾ ഒന്നാമത്തെ നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു അപ് ട്രെൻഡ് ചാനലിൻ്റെ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്യാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ജസ്റ്റ് ഒരു ഡോജി ക്യാൻഡിൽ, ഒരു ലോങ് ലെഗ്ഡ് ഡോജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ഇന്ന് ഇതിന് മേളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായി സേഫ് ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ മാർക്കറ്റ് ട്രേഡിങ് ഓൺ ലോവർ ഹാഫ് ഓഫ് എൻ ട്രെൻഡ് ലൈൻ. അപ്പോൾ അത് ഒരു ഇച്ചിരി റിസ്ക്കി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങളൊരു ട്രേഡറാണ്, ഇന്നും നാളെയും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലോവർ സൈഡിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. ഇല്ല, ഇത് തിരിച്ച് ഈ ഒരു യു ഷേപ്പ് റിക്കവറി എടുത്ത് വരുന്നുണ്ടെങ്കിൽ അപ്പർ സൈഡിലേക്കുള്ള ഒരു ട്രെൻഡിനെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ 26,000 ഇല്ലെങ്കിൽ 26,040 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ലെവൽസ് ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഇതേ സിറ്റുവേഷൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റിൽ വാച്ച് ചെയ്യുക. ഈ ക്യാൻഡിൽ, ഞാൻ പറയുന്ന ക്യാൻഡിൽ മെത്തേഡ്സ് ആണ്. ഇതിന് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് 800, 720 ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മാർക്കറ്റ് മേളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ 26,000 മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ 26,100, 240 എന്നിങ്ങനെ രണ്ട് ലെവൽസ് അവിടെ ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ഉള്ള ലൈൻസ് നിങ്ങൾ സ്ഥിരമായിട്ട് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ എല്ലാ ലൈൻസും പറയുന്നതിനേക്കാളും ബെറ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈന് ഞാനവിടെ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സോ മാർക്കറ്റ് ഇന്ന് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്, അതിന് ഏറ്റവും ആധാരം രണ്ട് സെക്ടേഴ്സാണ്. ഒന്ന് ഈ നിഫ്റ്റി IT സെക്ടർ, രണ്ടാമത്തത് നിഫ്റ്റി ബാങ്കിങ് സെക്ടർ. ഇത് രണ്ടും വാച്ച് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നിഫ്റ്റി ഇന്ന് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത് നമ്മുടെ ഏറ്റവും നന്നായിട്ട് ട്രേഡ് തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിൽ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ഏരിയയ്ക്കുള്ളിലാണ്. ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ആയിട്ട് തോന്നും എന്നുണ്ടെങ്കിലും അതൊരു ഫ്ലാഗായിട്ട് വേണമെങ്കിലും എടുക്കാം. ഒരു ട്രെൻഡ് ഇങ്ങനെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ ലോവർ സൈഡിലേക്ക് ഒരു ചാനൽ നിൽക്കുകയാണ്. ആ ചാനലിൻ്റെ ഹയർ സൈഡ്, നമ്മുടെ നിഫ്റ്റി തിരിച്ചായിരുന്നു ഹയർ ട്രെൻഡിൽ ഒരു ലോവർ സൈഡിൽ നിൽക്കുമായിരുന്നെങ്കിൽ ഇത് ലോവർ സൈഡിലേക്കുള്ള ട്രെൻഡ് ലൈനിൻ്റെ ഹയർ ബാൻഡിൽ നിൽക്കുകയാണ്. സോ ഒരു ബുള്ളിഷ്നെസ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൈസിന് ഇവിടെ ഒരു ചെറിയൊരു ട്രേഡ് ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന് ശേഷം 300-നോ 316-നോ മേളിലോ വളരെ നല്ലൊരു ശക്തമായിട്ടുള്ളൊരു ട്രെൻഡ് ലൈൻ അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു മൊമെൻറ്റം സാധ്യതയുണ്ട്. സോ അടുത്ത ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഈ 5400 റേഞ്ചിൻ്റെ അടുത്തെവിടെയെങ്കിലും ആയിരിക്കും. സോ അതിനനുസരിച്ചിട്ടുള്ള പാറ്റേൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ലോവർ സൈഡിലേക്കാണെങ്കിൽ ഈ 5200-ൻ്റെ താഴെ, ഇല്ലെങ്കിൽ ഒരു 216-ൻ്റെ താഴെയോ, ഇല്ലെങ്കിൽ അടുത്ത സേഫറായിട്ട് ഒരു 5184-ൻ്റെ താഴെയൊക്കെയാണ് അടുത്ത ട്രേഡുകളുള്ളത്. സോ ലോവർ സൈഡിലേക്കുള്ള ട്രേഡും ഹയർ സൈഡിലേക്കുള്ള ട്രേഡുകളും ഞാനവിടെ ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ ഇത് രണ്ടും നല്ല മനോഹരമായിട്ടുള്ള മൊമെൻറ്റം കിട്ടുന്ന ട്രേഡുകളാണ്. അടുത്ത് മൂന്നാമത്തത് നാച്ചുറൽ ഗ്യാസാണ്. നാച്ചുറൽ ഗ്യാസിൽ ഇന്നലെ നല്ലൊരു അപ് ട്രെൻഡ് വന്നു. അപ് ട്രെൻഡിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കണ്ടാലറിയാം, അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു അല്ലേ. 80-84 ഞാൻ എപ്പോഴും പറയാറുള്ളത്. എന്നാലും ഓക്കെ, ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ. ഓൾമോസ്റ്റ് 80-ൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ഒരു 76-ന് എത്തിയപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ടാർജറ്റ് എത്താണ്ട് അത് തിരിച്ച് വീണ്ടും കൺസോൾട്ടേഷനിലേക്ക് പോയിട്ടുണ്ട്. സോ ഇവിടെയും ഒരു അപ് ട്രെൻഡ് ഒരു ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത ഒരു ക്യാൻഡിൽ പക്ഷെ സസ്റ്റെയിൻ ചെയ്തില്ല. അപ്പോൾ ഇനിയും ഒരു അറ്റംപ്റ്റ് സംഭവിച്ചേക്കാം. സോ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിന് ഉള്ളിൽ സഹലൊക്കെ ട്രേഡ് ചെയ്തിരുന്നു ആ ഒരു പൊസിഷൻ. അപ്പോൾ അതുപോലെ അടുത്തൊരു ട്രേഡ് വരുവാണെങ്കിൽ അതേപോലത്തെ ഒരു ട്രേഡ് എടുക്കുക. അതിൻ്റെ ടാർഗറ്റ്സ് 76 to 80 കീപ്പ് ചെയ്യുക. 84-ന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള ഒരു ബൈയിങ് മൊമെൻറ്റ് വന്നേക്കാം. ആ ഒരു ട്രേഡും നമുക്കൊരു 400 വരെ ക്യാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനത്തെ ഒരു അനാലിസിസ് വെച്ച് മാർക്കറ്റിനെ ഫ്രണ്ടിലേക്ക് കാണുക. അപ്പോൾ ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 52 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു
40 വരെയൊക്കെ അതിൻ്റെ ലോവർ സൈഡിലേക്കുള്ള ടാർഗറ്റുമുണ്ട്. സോ ഈ ഒരു ട്രേഡും നിങ്ങൾക്ക് അവിടെ ചിന്തിക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഇത് തൊട്ട് 40ലേക്കുള്ള ഈ ഒരു ട്രേഡും ഓക്കെ, ഈ ഒരു ട്രേഡും നിങ്ങൾക്ക് ചിന്തിക്കാമെന്നുള്ളതാണ്. മേളിലേക്ക് പോയാൽ ഒരു 64+ പോയാൽ നമുക്കൊരു 76 വരെയുള്ള ഈ ഒരു ടാർഗറ്റും നമുക്ക് ചിന്തിക്കാമെന്നുള്ളതാണ്. 84-ന് ശേഷമാണ് പിന്നീടുള്ള ഒരു ട്രേഡ് കിടക്കുക. സോ അതും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ ഒരു ലെവൽസാണ് നമ്മൾ നാച്ചുറൽ ഗ്യാസിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിനുള്ള ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നതും ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള ട്രേഡ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലിൻ്റെ ഇടയിലാണ്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത ഫർദർ എന്ത് ചിന്തിക്കണം എന്നുള്ള 2026 കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. അത് നമുക്ക് അതിനെക്കുറിച്ച് ഓൾറെഡി പ്ലാൻഡ് ആണ്. അപ്പോൾ അത് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടാകും. എല്ലാവരും ആ വീഡിയോ കാണുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഡെപ്തായിട്ട് തന്നെ കയറി പോകുക എന്നുള്ളതാണ്. ഇന്നത്തെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. പുതിയ സ്റ്റോക്സ് നമുക്ക് ഇപ്പോൾ വേണ്ട. 26,000 മേളിൽ മാർക്കറ്റ് കയറുമ്പോൾ പുതിയ സ്വിംഗ് പൊസിഷൻ എടുക്കാം. കയ്യിലിരിക്കുന്ന പൊസിഷനൊക്കെ ഇതുവരെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ തന്നെയാണ്. ഇന്നലത്തെ ലോ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ഒഴിവാക്കേണ്ടി വരിക. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ബാക്കി ഡിസിഷൻ എടുക്കാം. അപ്പോൾ ട്രേഡ് സേഫ്, കീപ്പ് എസ് എൽ ആൻഡ് ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.